അദ്ധ്യായം 4 ശിക്ഷണം. പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം മൃതമാണ്. ദൈവം നല്ലതേ ആഗ്രഹിക്കുന്നുള്ളൂ, ആരെയും ശിക്ഷിക്കുന്നില്ല. ദുരാശ ഗർഭം ധരിച്ചാണ് പാപത്തെ പ്രസവിക്കുന്നത്. ദൈവം നമ്മെ ശിക്ഷിക്കുന്നില്ല, ശിക്ഷണത്തിൽ കൂടെ വളർത്തുന്നു. മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മ മറന്നാലും ദൈവം മറക്കുകയില്ല എന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ കൈവെള്ളയിൽ നമ്മുടെ ഓരോരുത്തരുടെയും പേര് കൊത്തിവെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു മുടിയിഴ തലയിൽ നിന്ന് പറഞ്ഞു വീഴുന്നതിന്റെ കണക്കുവരെ ദൈവത്തിനറിയാം. ഇത് നമ്മൾ പോലും അറിയാത്ത ഒരു പ്രക്രിയയാണ്. എത്ര മുടി വീഴുന്നു, വളരുന്നു, പിന്നെയും ആവർത്തനം തന്നെ. പാപാവസ്ഥയിൽ നിന്നും അകന്നിരുന്നാൽ നമ്മൾ എപ്പോഴും യേശുവിന്റെ കൂടെ തന്നെയാണ്. പാപാവസ്ഥയിൽ അകപ്പെട്ടാൽ അനുരഞ്ജനം എന്ന കൂദാശ വഴി വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ യേശുവിനെ നേടണം. വരപ്രസാദത്തിലൂടെ യേശുവുമായി ഒട്ടിച്ചേരുക. മനുഷ്യരായ നാം പാപത്തിൽ വീണുപോയാൽ ആരോട് തെറ്റു ചെയ്തുവോ അവരോടും ദൈവത്തിനോടും ഒരു അകൽച്ചയാണ്. തെറ്റു ചെയ്ത ആൾ അനുരഞ്ജനപ്പെടുവാൻ സമയമെടുക്കുന്നു. കുമ്പസാരക്കൂട്ടിൽ പോയി പാപം ഏറ്റുപറഞ്ഞതുകൊണ്ട് മാത്രമായില്ലേ? നമ്മുടെയും കുമ്പസാരക്കൂടിന്റെയും ഇടയിലുണ്ട് ഒരു ഊരാക്കുടുക്ക്, ബന്ധപ്പെട്ടവരോട് മാപ്പു ചോദിക്കുക എന്നുള്ളത്. ഇത് എത്ര പേർ ചെയ്യുന്നുണ്ട്? പരസ്പരം ഇവർ തമ്മിൽ ചിരിക്കും, സംസാരിക്കും, ചടങ്ങുകളിൽ പങ്കുകൊള്ളും, എല്ലാം പതിവുപോലെ നടക്കുന്നുണ്ട്. പക്ഷേ പാമ്പിനെ നോവിച്ചുവിട്ടതുപോലെ മുറിവേറ്റവർ ഞെരിപിരി കൊള്ളുന്നു. വേദനിപ്പിച്ചവർ സോറി എന്ന 5 അക്ഷരം മാത്രമുള്ള ഒരു വാക്ക് ചെലവാക്കിയാൽ ഈ പ്രശ്നമെല്ലാം തീരും. പറയുന്നവരുടെയും കേൾക്കുന്നവരുടെയും ഹൃദയം മഞ്ഞുപോലെ വെണ്മയുള്ളതാകും. ഇത് ചെയ്യാതെ ദൈവത്തോട് മാത്രം മാപ്പു ചോദിച്ച് കുമ്പസരിച്ചതുകൊണ്ട് കാര്യമില്ല. ദൈവം പൊറുക്കുകയില്ല. ആ മനസ്സ് കുളിരണിയുകയില്ല. മാപ്പ് നൽകുകയില്ല. തീർച്ച. മാപ്പു പറയുന്നതിലൂടെ 2 ഇറ്റ് കണ്ണുനീർ വീണെന്നിരിക്കും ഇരു കൂട്ടരുടെയും കണ്ണുകളിൽ നിന്ന്. അപ്പോൾ മനസ്സിന്റെ ഭാരവും കുറയും. മനസ്സ് നിർമ്മലമായിത്തീരും. എങ്കിലേ മുകളിൽ ഇരിക്കുന്നവന്റെ കൃപയും ആശീർവാദവും നമുക്ക് ലഭിക്കുകയുള്ളൂ. കുമ്പസാരക്കൂടിനെ മാത്രം ആശ്രയിക്കുന്നവർ ഇതെല്ലാം ഓർത്താൽ വളരെ നന്നായിരിക്കും. ദൈവം തെറ്റ് ചെയ്യുന്നവരെ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഞാൻ സ്ഥിരമായ സ്നേഹം കാണിക്കുന്നു. ഇതാ ഞാൻ അവനെ ജനതകൾക്ക് സാക്ഷിയും നേതാവും അധിപനും ആക്കിയിരിക്കുന്നു. യേശയ്യ 55:4. അടിമകളാക്കി വിൽക്കുന്ന സ്നേഹമല്ല ദൈവത്തിൻ്റേത്. പിന്നെയോ ദൈവത്തിന്റെ സ്നേഹം അചഞ്ചലമാണ്.